കുന്നത്തൂർ താലൂക്ക് തല റിപ്പബ്ലിക് സദസ്സും ദ്വൈമാസ പുസ്തക ചർച്ചയും നടത്തി. മൈനാഗപ്പള്ളി ഉദയ ലൈബ്രറിയിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന റിപ്പബ്ലിക് സദസ്സിന്റെ കുന്നത്തൂർ താലൂക്ക് തല ഉദ്ഘാടനം നടത്തിയത്. ഉദയ ലൈബ്രറിയുടെ 6ാമത് ദ്വൈമാസ പുസ്തക ചർച്ചയും മൈനാഗപ്പള്ളി ഉദയ ലൈബ്രറി അങ്കണത്തിൽ നടന്നു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സമരത്തിലേക്ക് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആദ്യം പങ്കെടുക്കുന്നത് കർഷക സമരത്തിലാണ് പങ്കെടുക്കുന്നത്. കർഷക സമരത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരത്തെക്കുറിച്ച് ആലോചിക്കുക. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ 1ാം സ്വാതന്ത്ര്യ സമരം 1857 നടക്കുന്നത്. 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകത എന്താണ്? 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകത ഇന്ത്യയിലെ നാട്ടുരാജ്യത്തിലെ രാജാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയാണ് ചെയ്തത് എന്ന് ആലോചിക്കുക. ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ എല്ലാവരും സവർണരായ നാട്ടുരാജാക്കന്മാരായിരുന്നു. ഝാൻസി റാണി എടുത്താൽ, കാന്തിയ തോപ്പി എടുത്താൽ, ഇവരെല്ലാം സവർണരായിട്ടുള്ള രാജാക്കന്മാരാണ്. ഈ സവർണരായിട്ടുള്ള രാജാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി, ആയുധമെടുത്ത് പോരാടി അവർ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം ഉണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട അവർ ആരെയാണ് ഭരണാധികാരിയാക്കിയത്? അവർ ഇന്ത്യയുടെ ചക്രവർത്തിയായി നിർദ്ദേശിച്ചത് അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷായാണ്. താലൂക്ക് പ്രസിഡന്റ് RS അനിൽ അധ്യക്ഷത വഹിച്ചു. S ഹരീഷിന്റെ പട്ടുനൂൽ പുഴു നോവൽ കായംകുളം അകമ്പുറം ചർച്ചാവേദി പ്രസിഡന്റ് K സുദർശനൻ പരിചയപ്പെടുത്തി. നവോദയ ലൈബ്രറി മുൻ സെക്രട്ടറി S ബഷീർ, PS സാനു, KK വിജയധരൻ, KS രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് T മോഹനൻ, K പ്രസന്നകുമാർ, SR ശ്രീകല, PS അജിത, രജി കൃഷ്ണ, അജുജിനാഥ്, സുഷമ, S ശശികുമാർ, B സരോജാക്ഷൻ പിള്ള എന്നിവർ പങ്കെടുത്തു. K മോഹനൻ പ്രതിഭകൾക്കുള്ള ആദരവ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.